നമസ്കാരം, ഞാൻ വിജിത്ത് ഫ്രം കാസർഗോഡ്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് മാരുതി ഇഗ്നീസ് സിഗ്മ വേരിയൻ്റ് ആണ്. അപ്പോൾ ബേസ് മോഡലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചെറിയൊരു റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ 1-2 ആൾക്കാർ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുമെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി വീണ്ടും എടുത്ത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ എന്തായാലും വൈകിക്കണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കൂടി ഒന്ന് മറക്കരുത്. താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ തന്നെ ഒന്ന് ലൈക്കും ചെയ്തിടുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് ഒന്നുമല്ല കേട്ടോ, നോർമൽ ഹാലജൻ ഹെഡ് ലാമ്പാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. അതേപോലെ തന്നെ LED DRL കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലിൽ ആഡ് ചെയ്തിട്ടൊന്നുമില്ല. ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു ഗ്രില്ലിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷനുമായിട്ട് സാമ്യമുള്ള രീതിയിലൊരു ഡിസൈൻ തന്നെയാണ് ആ ഫ്രണ്ട് ഗ്രില്ല്. അതേപോലെ തന്നെ താഴത്തെ സ്കിപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്യൂട്ട് ലുക്ക് തന്നെയാണ് ഫ്രണ്ട് നോക്കുന്ന സമയത്ത് കാണുന്നുള്ളത്. ഫോഗ് ലാമ്പ് ആഡ് ചെയ്യേണ്ട ആ ഒരു സ്പേസ് അവിടെ ഡമ്മി ആയിട്ട് വിട്ടിട്ടുണ്ട്. ബേസ് മോഡൽ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്തുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു റൂഫിലെ റെയിൽ ഭയങ്കരമായിട്ട് ഷോർട്ടേജ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബേസ് മോഡലിൽ റൂഫ് റെയിൽ ഇല്ലാത്തത് ഭയങ്കര കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അടുത്തായിട്ട് വീൽ സൈസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 175/65 15 ഇഞ്ചാണ് ഇതിൻ്റെ ആ ഒരു വീൽ സൈസ് എന്ന് പറയുന്നത്. വീൽ കപ്പ് കാര്യങ്ങളൊക്കെ രണ്ടാമത് ആക്സറീസ് ആഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മിററിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ബോഡി കളർ ആ ഒരു മിററിലും കൂടി കൊടുത്തത് എന്തായാലും സ്റ്റൈലിഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ആ ഒരു ബോഡി കളറിലേക്ക് തന്നെ വന്നത് എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇഗ്നീസ് ഒട്ടും പുറകിലൊന്നുമല്ല. 180 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. 2435 mm ആണ് വീൽ ബേസ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽ കണ്ട ബ്ലാക്ക് കളറല്ല, ബോഡി കളറിൽ തന്നെയാണ് ആ ഡോർ ഹാൻഡിലും കൂടി വരുന്നുള്ളത്. ഇനി ബാക്ക് സൈഡിലേക്ക് നോക്കുന്ന സമയത്തുള്ള ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കയറി ഇഷ്ടപ്പെടണമെന്നില്ല. മുമ്പ് റിഡ്സൊക്കെ വന്ന പോലെ തന്നെയാണ്. ഫസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ റിഡ്സിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് പീസ് വിറ്റതാണ് റിഡ്സ്. അതേപോലെ തന്നെയാണ് ഈ ഒരു ഇഗ്നീസിൻ്റെ കാര്യമാണെങ്കിലും നോർമലി എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നില്ല. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് മെസ്സേജ് ആയിട്ട് ഇടാവുന്നതാണ്. ഇനി ടെയിൽ ലാമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നോർമൽ ഹാലജൻ ടെയിൽ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. LED കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല. അതിൽ തന്നെയാണ് ഇൻഡിക്കേറ്റർ ബാക്ക് ലൈറ്റും കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിലേക്ക് ആ തള്ളി നിൽക്കുന്ന രീതിയിലൊരു ഡിസൈൻ അങ്ങനെ പെട്ടെന്ന് ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല. എനിക്കും അങ്ങനെ അത്ര ഭയങ്കരമായിട്ടൊരു ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനൊന്നുമല്ല ബാക്കിൽ നിന്നുള്ളത്. പിന്നെ ഡീഫോഗർ വൈപ്പർ കാര്യങ്ങളൊന്നും ഈ ഒരു മോഡൽ ആഡ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ താഴത്തായിട്ടൊരു മാരുതിൻ്റെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഒരു ഇഗ്നീസിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. മാനുവലി തന്നെ ചാവിയിൽ വേണം ഡിക്കി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഈ ഒരു മോഡലിൽ ചെറിയൊരു പോരായ്മ തോന്നിയിട്ടുണ്ട്. പിന്നെ ബേസ് മോഡലാണ്, ഒന്നും പറയാനില്ല. പിന്നെ താഴത്തെ സ്കിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, തെറ്റ് പറയാനില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു ഡിസൈൻ വരുമ്പോഴും ഈ വണ്ടീൻ്റെ എൻജിൻ പവർ ഒരു 1.5 പവറാണ് കേട്ടോ. സാധനം പായുന്ന സമയത്ത് ആ ഒരു എയറൊക്കെ കട്ട് ചെയ്ത് പായുന്ന രീതിയിലൊരു ഡിസൈനാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ആ ഒരു കോപ്പേ ഡിസൈനായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്തുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ജസ്റ്റ് ഒന്ന് ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്യണം. ഡിക്കി സ്പേസ് കാര്യങ്ങൾ ഞാൻ കാണിക്കാം. മാനുവലി തന്നെ ഓപ്പൺ ചെയ്യണം. ജസ്റ്റ് ചാവി വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒരു ഇതുണ്ട്, അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഡിക്കി ഓപ്പൺ ആവും. ഇതാണ് ബൂട്ട് സ്പേസ്. ഇത്രത്തോളം ബൂട്ട് സ്പേസ് നമുക്ക് ബാക്കിൽ വരുന്നുണ്ട്. 260 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നുള്ളത്. ഒരു ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിക്കി സ്പേസ് തന്നെ ബാക്കിലുണ്ട്. പിന്നെ സ്റ്റെപ്പിനെയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴത്താണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് സ്റ്റെപ്പിന് കാണുന്നത്. ടൂൾസും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ വരുന്നുണ്ട്. പാർസൽ ഡ്രൈ ഈ ഒരു മോഡൽ വരുന്നില്ല കേട്ടോ. ബേസ് മോഡൽ പാർസൽ ഡ്രൈ ആക്സറീസ് ത്രൂ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം സ്പേസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോക്ക് ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ സീറ്റ് ഫോൾഡ് ആക്കാൻ പറ്റും. പക്ഷേ 60/40 അല്ല, ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഫോൾഡാണ്. അതുപോലെ അങ്ങനെ എല്ലാ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോഡൽ യൂസ് ആയിട്ട് തോന്നും. ഇനി ജസ്റ്റ് ഡിക്കി ഞാനൊന്ന് ക്ലോസ് ചെയ്യാണ്. നമുക്ക് അടുത്തതായിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ബാക്കി പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് ആണ്. 4.7 ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് വരുന്നത്. നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് ഓടിച്ചെടുക്കാനും അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ടേണിംഗ് റേഡിയസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയറിൻ്റെ അകത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഡോർ പാഡ്. നല്ലൊരു സ്പോർട്ടി ലുക്കോട് കൂടിയിട്ടുള്ളൊരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അകത്ത് നല്ല ലുക്ക് ഉണ്ട്. പിന്നെ പവറിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ സ്വിച്ചാണ് ഈ കാണുന്നത്. ലോക്ക് അൺലോക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഡ്രോപ്പ് ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറർ നോർമലി അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് തന്നെ, ഇലക്ട്രിക് കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബോട്ടിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ ആഡ് ചെയ്യുന്ന സമയത്ത് വെക്കാനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഡോർ പാഡ്. ഇൻറ്റീരിയർ ഇങ്ങനെയാണ് വരുന്നുള്ളത്. ഫുള്ള് ബ്ലാക്കാണ്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. എന്തായാലും നമുക്ക് അകത്തേക്ക് കാര്യം ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ഫുള്ള് ബ്ലാക്കാണ് കേട്ടോ. കൂടുതൽ ഒരു കോംബോ എന്നില്ല ഒരു ടൈപ്പിൽ ഡിസൈൻ ഒന്നുമില്ല. ഫുൾ ബ്ലാക്കാണ് ഷെയ്ഡ് വരുന്നുള്ളത്. ജസ്റ്റ് ഒന്ന് അകത്ത് കയറിയിരിക്കാം.
സ്റ്റിയറിംഗ് വീലാണ് ഈ കാണുന്നത് കേട്ടോ. ഒരു എയർ ബാഗ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കൺട്രോൾ കാര്യങ്ങളൊന്നും വരുന്നില്ല, മ്യൂസിക് സ്വിച്ച് കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് കൺട്രോളൊന്നുമില്ല. പിന്നെ ഒരു സിൽവർ ലൈൻ ഇതിലേക്ക് കൂടി കൊടുത്തിട്ടുണ്ട്, കുറച്ചൊരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, തീരെ മോശമാക്കിയില്ല, അതെന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് സ്പീഡോമീറ്റർ ക്ലസ്റ്റർ. നമ്മളെ മുമ്പ് എന്താ പറയുക വാഗണറിലൊക്കെ കണ്ടുവന്നിട്ടൊരു ഡിസൈൻ അതിലുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചാവി ഓൺ ചെയ്തിട്ട് തന്നെ ജസ്റ്റ് നോക്കാം. സാധാരണ ചെറിയൊരു ഡിജിറ്റൽ പോർഷൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ സ്പീഡിൻ്റെ ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ മുകളിൽ കാണാനുണ്ട്. അങ്ങനെ മാത്രമേ അതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ, കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് AC-ൻ്റെ വെൻറ്റ്. അതിന് സൈഡിലേക്ക് കൂടി ഒരു ചെറിയൊരു ഡിസൈൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കൂടുതൽ സ്വിച്ചും കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് ഡമ്മി സ്പേസാണ് ആ കാണുന്നതെല്ലാം. ആ ഒരു ഡിസൈൻ നല്ലുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു 1 lakhൻ്റെ അടുത്ത് അഡീഷണൽ ഇടുകയാണ് കണ്ടല്ലോ, ആക്സറീസ് ത്രൂ ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും, വേറെ ലെവലാക്കി മാറ്റാൻ വേണ്ടി. പിന്നെ അകത്തെല്ലാം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഹൈറ്റിൽ ഇരിക്കുന്ന ആ ഒരു ഫീല് എന്തായാലും അകത്തിരിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു ഡിസൈൻ കട്ടിംഗ് എല്ലാം ഭയങ്കര ഒരു വെറൈറ്റിയാണ്, സാധാരണ നമ്മൾ കണ്ടുവന്നിട്ടുള്ള രീതിയിലൊരു കട്ടിംഗ് ഒന്നുമല്ല. പിന്നെ നല്ലൊരു ടച്ച് ഡിസ്പ്ലേക്ക് ഈ ഒരു ഇതിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. AC-ൻ്റെ വെൻറ്റ് അതിൻ്റെ 2 സൈഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ, ഒന്നും സാധനമൊന്നും വെക്കാനൊന്നും പറ്റില്ല. പിന്നെ താഴത്തായിട്ട് ചെറിയൊരു ഗ്ലോ ബോക്സ്, കുറച്ച് ചെറുതാണ്, അങ്ങനെ ഭയങ്കര സൈസ് എന്നൊന്നും പറയുന്നില്ല, സാധാരണ നോർമൽ ഒരു സ്പേസ്. അതാണ് അവിടെ നിന്ന് നോക്കുന്ന സമയത്തുള്ളത്. പിന്നെ ഇത് ഹസാർഡിൻ്റെ സ്വിച്ചാണ്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹസാർഡ് ആവണം. പിന്നെ AC-ൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നുള്ളത്. ജസ്റ്റ് മാനുവലി തന്നെയാണ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, കൺട്രോൾ ചെയ്യേണ്ടത്. 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പേസ് താഴത്തൊക്കെ ആയിട്ട് ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഗിയർ നോബെല്ലാം ഫുള്ള് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ബേസ് മോഡലാണ്, അതിൻ്റേതായിട്ടുള്ളൊരു കുറവും കാര്യങ്ങളൊക്കെ അകത്തുണ്ടാവും. പ്രൈസും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് തന്നെയാണ്. ഇതാണ് സീറ്റ് കേട്ടോ, നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആ ഒരു സീറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്, വലിയ തെറ്റ് പറയാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഫ്രണ്ടിൽ കാണുന്ന സമയത്തുള്ള കുറച്ച് വ്യൂ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റിയറിങ്ങിൽ ഒരു എയർ ബാഗ് കൊടുത്തിട്ടുണ്ട് സേഫ്റ്റീൻ്റെ സൈഡായിട്ട്. റൂഫ് ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു റീഡിംഗ് ലൈറ്റ് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈക്ക് കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലിൽ വരുന്നില്ല, സാധാരണ പ്ലെയിനാണ്. ജസ്റ്റ് ഗ്ലാസ് കാര്യങ്ങളൊന്നും ഈ ഒരു മോഡൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഫ്രണ്ടിലിരിക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത്. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ബാക്കി കുറച്ച് ആക്സസറീസ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ സംഭവം വേറെ ലെവലാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത നമുക്ക് ബാക്ക് സൈഡത്തെ കാര്യം എങ്ങനെയാണെന്നില്ല ജസ്റ്റ് നോക്കിയിട്ട് വരാം. ജസ്റ്റ് ഒന്ന് ബാക്ക് ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം. നല്ല ഹെവി ഫീൽ ഉണ്ട് കേട്ടോ, സാധാരണ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ക്വാളിറ്റി അല്ല. ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പിടിക്കാനുള്ള ആ ഒരു സ്പേസ്. പിന്നെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയുള്ള ആവറേജ് കുഴപ്പമില്ല. മാനുവലി തന്നെ നമുക്ക് ഗ്ലാസ് അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള രീതിയിൽ ചെയ്യണം. പിന്നെ താഴത്തെ ഒരു ചെറിയ ബോട്ടിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഡോർ പാഡിൽ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത്. പിന്നെ ഭാവിയിൽ സ്റ്റീരിയോ ആഡ് ചെയ്യുന്ന സമയത്ത് സ്പീക്കർ വെക്കാനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതെന്തായാലും തന്നിട്ടുണ്ട്. പിന്നെ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട്. പിന്നെ ഹൈറ്റാണ്, ജസ്റ്റ് ഹൈറ്റിൽ ഇരിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്നകത്തേക്ക് ഞാൻ കയറി ഇരിക്കാൻ എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കയറാം, കണ്ടോ ഇപ്പം നമ്മൾ വാഗണറിൽ ഇരിക്കുന്ന ആ ഒരു ഫീലുണ്ട്. പിന്നെ കാലൊന്നും ഫ്രണ്ടിൽ ടച്ച് ചെയ്യുന്നൊന്നുമില്ല, ഫ്ലോറെല്ലാം ഫ്ലാറ്റാണ്. സീറ്റിലങ്ങനെ ഭയങ്കര ഒരു തൈ സപ്പോർട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഭയങ്കര വിസിബിൾ ഉണ്ട്. പുറത്തേക്ക് നമുക്ക് കാണുന്നതെല്ലാം കുറച്ച് നല്ല ഇതായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് പുറത്തേക്ക്. ഇതാണ് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഫ്രണ്ട് സീറ്റിൽ വരുന്നുണ്ട്, ബാക്ക് സീറ്റിൽ ഇമ്പിൾഡൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കണ്ട ഫിക്സ്ഡ് തന്നെയാണ്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു പാർസൽ ട്രേ കാര്യങ്ങളൊന്നും ഈ ഒരു മോഡൽ ആഡ് ചെയ്തിട്ട് ആക്സറീസ് തന്നെ ചെയ്യേണ്ടതാണ് അതൊക്കെ. പിന്നെ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു മോഡൽ വരുന്നില്ല, ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ. പിന്നെ അതേപോലെ ഫ്ലോറൊക്കെ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ മൂന്നാൾക്ക് സുഖമായിട്ട് ഇരുന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്പേസ് ബാക്കിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇതിലൊന്നും അല്ല കേട്ടോ, ഇഗ്നീസിൻ്റെ ശരിക്കും എൻജിൻ സൈഡാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അതൊരു മാരക സംഭവം തന്നെയാണ്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ജസ്റ്റ് നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് ബാക്കി അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാമല്ലോ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ സിഗ്മ വേരിയൻറ്റ് ബേസ് മോഡലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 535 എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതിൻ്റെ കൂടെ റോഡ് ടാക്സ് ഇൻഷുറൻസും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 1 lakhൻ്റെ അടുത്തോളം നമുക്ക് കൂടുതൽ വരും. 1 lakhന് തൊട്ട് മുകളിലായിട്ട് വരും. ഏകദേശം 6 ചില്ലറേൻ്റെ അടുത്തോളം നമുക്ക് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ആയിട്ട് കാണേണ്ടതായിട്ടുണ്ട്. ബാക്കി ആക്സറീസ് എക്സ്റ്റൻഡ് വാറൻറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഡിഫറൻസും കൂടി അതിൻ്റെ കൂടെ ആഡ് ആകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ റൂം എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
സാധനം ചെറുതാണെങ്കിലും ഒട്ടും പവറിന് കുറവൊന്നുമില്ല കേട്ടോ. 1200 cc 4 സിലിണ്ടർ ഡുവൽ VVT ആണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത്. പെട്രോളാണ്. പവർ വരുന്നത് 82 bhpയും അതേപോലെ തന്നെ ടോർക്ക് വരുന്നത് 113 Nm ടോർക്കുമാണ് റെഡ്യൂസ് ചെയ്യുന്നത്. 20 കിലോമീറ്ററാണ് കമ്പനി മൈലേജ് അവകാശപ്പെടുന്നത്. ഏകദേശം എന്തായാലും ഒരു 15-16 ആ റേഞ്ചിലോളം മൈലേജ് കിട്ടാൻ സാധ്യതയുള്ള രീതിയിൽ എഞ്ചിനാണ്. ഭയങ്കര പവർഫുള്ളായിട്ടുള്ള എഞ്ചിനാണ്. വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഫീൽ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. എനിക്ക് തോന്നുന്നു 3 സിലിണ്ടറിൻ്റെ എല്ലാം നമുക്കറിയാമല്ലോ, സാധാരണ ഒരു 3 സിലിണ്ടർ ഓടിക്കുന്നതിൻ്റെ ആ ഒരു സൈസേ ഈ ഒരു മോഡലിന് കാണുന്നില്ല. പക്ഷേ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള എഞ്ചിനാണ്. ഭയങ്കര രസമാണ് ഓടിക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം റോട്ടിൽ ഒരുപാട് കാണുന്നതാണ് ഈ ഒരു വണ്ടി. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഒരു പെർഫോമൻസും പവറുമാണ്. പെട്രോൾ വേരിയൻറ്റ് മാത്രമേ വരുന്നില്ലൂ കേട്ടോ. ഈ ഒരു മോഡലിൽ പെട്രോൾ വേരിയൻറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോക്ക് ഒരുപാട് ലെങ്ത്ത് കൂട്ടുന്നില്ല. നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടെന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മുമ്പിലോട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഞാൻ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.